ഇന്ന് നമ്മൾ പോകുന്നത് പൊന്മന കാട്ടിൽ മേഘതിൽ ദേവീക്ഷേത്രത്തിലോട്ടാണ്. വൃശ്ചികോത്സവത്തിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. പുറമേക്കാരിവിടെ മണികെട്ടമ്പലം എന്നാണ് പറയുന്നത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഇവിടുത്തെ ആൽമരത്തിൽ മണി കെട്ടിക്കഴിഞ്ഞാൽ പ്രാർത്ഥിച്ച കാര്യം നടക്കുമെന്നാണ്. ഇവിടുന്ന് ജങ്കാറിൽ വേണം നമുക്ക് അക്കരയ്ക്ക് കടക്കാൻ. പണ്ടുകാലങ്ങളിൽ കടത്തുവള്ളത്തെയാണ് ഇവിടെ ആശ്രയിച്ചു വന്നിരുന്നത്. ഇപ്പോൾ തിരക്ക് വരുന്ന സമയത്ത് ജങ്കാർ അവിടെ അമ്പലത്തിൽ സ്വന്തമായിട്ട് അവർ വാങ്ങിയിട്ടുണ്ട്. തിരക്ക് വരുന്ന സമയങ്ങളിൽ ജങ്കാർ ഉപയോഗിക്കും. അല്ലാത്ത സമയങ്ങളിൽ കടത്തുവള്ളം തന്നെയാണ് ആൾക്കാർ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും പോകാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ജങ്കാർ സ്റ്റാർട്ടായിരിക്കുക. വൃശ്ചികോത്സവം തുടങ്ങി കഴിഞ്ഞാൽ ജങ്കാർ കയറാൻ വലിയ ക്യൂ ആയിരിക്കും. ജങ്കാറിൽ നിന്ന് ഇറങ്ങി മുന്നോട്ട് പോകുന്ന വഴിക്ക് തന്നെ ഒരു ലൈറ്റ് ഗോപുരത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഒരു 90% വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിലോട്ടുള്ള മെയിൻ എൻട്രൻസ്. രണ്ട് വശങ്ങളിലായിട്ടും കടകളുടെ വർക്ക് കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കടകളുടെയൊക്കെ വർക്ക് കഴിഞ്ഞു, അത് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ള കടകളുടെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ വർഷം ഇവിടെ ജൈൻ വീല്, മരണക്കർണ പോലുള്ള ഐറ്റംസ് കൂടെ വന്നിട്ടുണ്ട്. വേണ്ടി 12 ദിവസം ഭജന വരികയാൻ വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന കുടില് 1000-ൽ പരം കുടിലുകളാണ് ഈ വർഷം അവിടെ ബുക്കായിരിക്കുന്നത്. മുൻവശത്തോട്ടുള്ള ഇറക്ക് കുടിൽ ഭജന വരിക്കുന്നവർ തന്നെയാണ് ചെയ്യേണ്ടത്. ഭജന വരിക്കുന്ന ആൾക്കാർ വന്ന് ഓരോരുത്തരായിട്ട് അവരുടെ പണികൾ യഥാക്രമം നടത്തുന്നുണ്ട്. ഇതാണ് കുടിലിൻ്റെ ഉൾവശം. ഇതാണ് നമ്മൾ മണികെട്ട് നേർച്ച നടത്തുന്ന ആൽമരം. മണികളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് വർഷാവർഷം അത് അഴിച്ചു മാറ്റാറുണ്ട്. നമ്മൾ ഇതിനോട് ചേർന്ന് തന്നെയാണ് ഈ ആൽമരം സ്ഥിതി ചെയ്യുന്നത്. കടലിനും കായലിനും നടുവിലായിട്ടാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ബീച്ച് സൈഡിലോട്ട് പോകുന്ന പ്രധാന വഴി ഇതാണ്. ഈ കടകളൊക്കെ അവിടെ സ്ഥിരമായിട്ടുള്ളത് തന്നെയാണ്.